എല്ലാവർക്കും വന്ദനം. നമുക്ക് ദൈവം തരുന്ന ഓരോ നിമിഷങ്ങൾക്കായിട്ടും നമ്മൾ നന്ദി പറയുന്നവരായിരിക്കട്ടെ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷത്തോടെ ഓരോ ചുവടുകൾ വയ്ക്കാനും അതൊരു ഉപദേശമായി നമുക്കെടുക്കണം. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. അതൊരു കൽപ്പനയായിട്ട്, സന്തോഷം ഒരു കൽപ്പനയാകട്ടെ. ജീസസ് എവരിഡേ എല്ലാ ദിവസവും സന്തോഷത്തോടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഒരിക്കൽ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്ക് അതെങ്ങനെയാണ്: ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് സ്നേഹത്തോടെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യരുത്. ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെങ്കിൽ അത് സ്നേഹത്തോടെ ചെയ്താൽ അത് വിജയമാകും. ഏത് കാര്യവും. പ്രായമുള്ളവരെയൊക്കെ നോക്കാനാണ് കാനഡ, UK പോലെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുന്നത്. പ്രായമുള്ളവരെ നോക്കാൻ. അത് വേണമെങ്കിൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയും ചെയ്യാം, ആത്മാർത്ഥതയില്ലാതെയും ചെയ്യാം. എന്നാൽ സ്നേഹത്തോടെ അത് ചെയ്താൽ അത് വളരെ അധികം വിജയമായി മാറും. അവിടെ അറപ്പുണ്ടാകത്തില്ല, അവിടെ കഷ്ടപ്പാട് തോന്നുകയില്ല. ഇത് തന്നെയാണ് യേശു ശിഷ്യന്മാരായ കർത്താവിൻ്റെ ചുറ്റും ഇരിക്കുന്നവരോട് പറയുന്ന കാര്യവും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അതിരാവിലെ ഒരു വലിയൊരു അത്ഭുതം അവരുടെ വലയിൽ സംഭവിച്ചു. അത് കർത്താവാണെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് പത്രോസ് അരയിൽ തുണി ചുറ്റിയിട്ട് വെള്ളത്തിലേക്ക് ചാടി നീന്തി ആദ്യം കയറി യേശുവിൻ്റെ അടുത്ത് വരുന്ന ഒരു ഭാഗമൊക്കെയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യോഹന്നാനോട് പറഞ്ഞ പ്രവചനമല്ല പത്രോസിനോട് പറയുന്നത്. വ്യത്യസ്തമായ പ്രവചനങ്ങൾ രണ്ടുപേരോട് പറയുന്നുണ്ട്. യോഹന്നാൻ ദീർഘായുസിൻ്റെ കാര്യമാണ് യോഹന്നാനോട് പറയുന്നത്. എന്നാൽ പത്രോസിനോട് പറയുന്നത് വ്യത്യസ്തമായ കാര്യമാണ്. നിന്റെ വാർദ്ധക്യത്തിൽ നിനക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ. ഇതെല്ലാം പറയുന്നതിന് തൊട്ട് മുമ്പ് പത്രോസിനോട് കർത്താവ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ബറയോന ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറയും. അതായത് കർത്താവിൻ്റെ സഭ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്നേഹം കൊണ്ട് നിറഞ്ഞവർക്കേ അത് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയും. കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ പ്രസംഗിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ താലന്തുകൾ ഉണ്ടായിട്ടും കാര്യമില്ല. കർത്താവിൻ്റെ വേല ചെയ്യാൻ കൃപാവരങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. 1 കൊരിന്ത്യർ 13 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതിശ്രേഷ്ഠമായ ഒരു മാർഗം എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. 1 കൊരിന്ത്യർ 12 ഏറ്റവും അവസാനം, അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ടാണ് ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹം. മലയെ നീക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹം. അതൊക്കെ ദൂതന്മാരുടെ ഭാഷ പറഞ്ഞാലും മലയെ നീക്കുന്ന വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ് എന്ന് കർത്താവ് പറയുന്നു. സ്നേഹമാണ് ഏറ്റവും വലുത്. അപ്പോൾ എന്ത് ചെയ്താലും സ്നേഹത്തിൽ ചെയ്താൽ അത് വലിയ വിജയമാകും. നമ്മുടെ വീട്ടിലെ ഏത് കാര്യം ചെയ്താലും അത് സ്നേഹത്തിൽ നിന്നുണ്ടായി വന്നാൽ അത് ഏറ്റവും ശക്തിയോടെ ചെയ്യാൻ കഴിയും. സുവിശേഷ വേല, ആത്മാക്കളെ നേടുക എന്ന് പറയുന്നത് ചർച്ചിൽ ഒത്തിരി പേര് വരാറുണ്ടെങ്കിലും ചിലർ ഒത്തിരി പേരെ കൂട്ടിക്കൊണ്ടുവരും. അവർക്ക് സമൂഹത്തോടുണ്ടാകുന്ന ഒരു സ്നേഹമുണ്ട്.
ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന കരുണയും ദയയുമുണ്ട്. ചർച്ചിൽ ഒരു യൗവനക്കാരി, അവള് വെറുതെ വരത്തില്ല, വന്നാൽ ആരെങ്കിലും കൂട്ടിയിട്ടേ വരും. അത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. സുവിശേഷ വേല ഒരിക്കലും ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയത് കൊണ്ട് നടക്കുന്നതല്ല, അത് ദൈവസ്നേഹത്തിൽ നിന്നുണ്ടായി വരുന്നതാണ്. ബൈബിൾ കോളേജിൽ പഠിച്ചാലും മാതാപിതാക്കൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും സുവിശേഷ വേല ചെയ്യാം. ഇതൊരു വരുമാന മാർഗമായി കണക്ക് കൂട്ടി ഒരു ജോലിയാക്കി സുവിശേഷ വേല ചെയ്യാം. എന്നാൽ കുഞ്ഞാടുകളെ മേയ്ക്കണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹമില്ലെങ്കിൽ അവിടെ മുഴുവനും പ്രശ്നമാണ്. ഇനി കുടുംബജീവിതമാണെങ്കിലോ, വിവാഹം കഴിക്കണമെങ്കിലോ, ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയായിട്ടോ ആ വ്യക്തിക്ക് കാണാൻ കഴിയും. യാക്കോബിൻ്റെ ചരിത്രമുണ്ട് പഴയ നിയമത്തിൽ. അവിടെ വായിക്കുന്നു, അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവൻ അല്പകാലം പോലെ തോന്നി. എന്താണ്? റാഹേലിന് വേണ്ടി 7 വർഷം അമ്മായിയപ്പന് ജോലി ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ റാഹേലിനെ കല്യാണം കഴിക്കാൻ പറ്റൂ. റാഹേലിന് വേണ്ടി 7 വർഷമല്ല 14 വർഷം അവൻ ജോലി ചെയ്തു. ആദ്യത്തെ 7 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൻ മൂത്തവളെ യാക്കോബിന് കല്യാണം കഴിച്ചു കൊടുത്തു. മൂത്തവളാണെന്ന് യാക്കോബ് അറിഞ്ഞില്ല, നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത്. പിന്നീട് വീണ്ടും 7 വർഷം, അങ്ങനെ 7 14 വർഷം. അത് കഴിഞ്ഞപ്പോഴും വീണ്ടും അതുപോലെ തന്നെ ഒരു 6 വർഷവും കൂടി അമ്മായിയപ്പൻ ജോലി ചെയ്യിപ്പിച്ചു. എന്നാൽ യാക്കോബിൻ്റെ അകത്തൊരു ഭയങ്കര സ്നേഹം ഉണ്ടായതുകൊണ്ട് റാഹേലിനോടുള്ള സ്നേഹനിമിത്തമായിരിക്കും 20ഓളം വർഷം അവിടെ കിടന്ന് കഠിനാധ്വാനം ചെയ്യുകയാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ത്യാഗപരമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതില്ലെങ്കിൽ കുടുംബജീവിതം തന്നെ ഒരു ബോറ, എല്ലാം ഒരു പരാജയമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി തന്നെ, അതിനെ സ്നേഹിച്ചാൽ ആ ജോലി ഏറ്റവും വിജയകരമായി ചെയ്യാൻ കഴിയും. നമുക്ക് അതിനോട് സ്നേഹമില്ലെങ്കിൽ, വിദ്യാഭ്യാസത്തോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ, ഒരു കാര്യം അതിനോട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, സ്നേഹം ഇഷ്ടങ്ങൾ കൊണ്ടുവരും. ഏത് വിഷയമാണെങ്കിലും, എത്ര മാത്സ് ആണെങ്കിലും, എത്ര കട്ടിയുള്ളതാണെങ്കിലും നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിയും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായമാണ്. അതിലെ 22-ാമത്തെ വാക്യത്തിൽ ഞാൻ വരികയാണ്. 21 മുതൽ ഞാൻ പറയാം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. മന്ത്രവാദിയായിരുന്ന ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നപ്പോൾ സഭയിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകന്റെ സഭയിലെ മെമ്പറായി. എന്നാൽ ഇവന്റെ ഹൃദയം നേരുള്ളതല്ല, ദൈവസന്നിധിയിൽ നേരല്ല. കാഴ്ചയിൽ അവൻ വിശ്വാസിയാണ്, ഇവന്റെ ഹൃദയം നേരായിട്ടില്ല. നേരോടെ നടക്കുന്നവർക്ക് ദൈവം നന്മകൾ മുടക്കില്ല. ഇവന്റെ ഹൃദയം നേരല്ലാത്തത് കൊണ്ട് ഇവൻ അഭിഷേകം പ്രാപിക്കുന്നില്ല. അഭിഷേകം വേണമെന്ന് മാത്രമല്ല, ഇവൻ കൈവച്ചാൽ മറ്റുള്ളവർക്കും അഭിഷേകം വേണം, ഉണ്ടാകണം. പത്രോസും യോഹന്നാനും കൈവെക്കുന്നത് പോലെ എൻ്റെ കൈവെപ്പ് പോലെ ഒരു ഇമ്പാർട്ടേഷനായി മാറണം എന്ന് യോഹന്നാൻ്റെയും പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ട് ശീമോൻ പണം കൊടുത്ത് ഇവരെ കൈക്കൂലി കൊടുത്ത് മയക്കാൻ നോക്കി. അതിന് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നാണ് പത്രോസ് പറഞ്ഞത്. 22-ാമത്തെ വാക്യത്തിൽ നീ വഷളത്വം വിട്ട്
മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇത് മൂന്നും നീ ചെയ്യണം. വഷളത്വം വിടണം, മാനസാന്തരപ്പെടണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. ഒരുപക്ഷെ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയാൽ വരുത്തി. പത്രോസ് പറയാണ്, നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് പത്രോസിനോട് പേടിച്ച് ഈ മന്ത്രവാദി പറയുമ്പോൾ, നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് നീ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ദൈവസന്നിധിയിൽ വന്നിട്ട് വഷളത്വം കാണിച്ചാൽ, മാനസാന്തരത്തിന് യോഗ്യമല്ലാത്ത ഫലം കായ്ച്ചാൽ അപകടമാണ്. യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരപ്പെടാഞ്ഞാൽ, അതാണ് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്നത്, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വരും, നിന്റെ സ്ഥാനം ഞാൻ മാറ്റിക്കളയുമെന്ന്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എടുക്കേണ്ട മാറ്റങ്ങൾ, മാനസാന്തരത്തിൻ്റെ ഫലം എന്നിലുണ്ടാകണം, നിങ്ങളിൽ ആ ഫലമുണ്ടാകണം. നമുക്ക് ലഭിക്കേണ്ട നന്മകൾ, നമുക്ക് ലഭിക്കേണ്ട അധികാരങ്ങൾ, നമുക്ക് ലഭിക്കേണ്ട നന്മകൾ, നമുക്ക് ലഭിക്കേണ്ട ഉയർച്ചകൾ നമ്മിൽ നിന്ന് മാറിപ്പോകരുത്. മാനസാന്തരത്തിൻ്റെ ചാൻസുകൾ മുഴുവൻ ഉപയോഗിക്കാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ, അങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരസ്പരം ഓർക്കാം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളിത് എപ്പോഴും ഓർക്കണം. നമ്മൾ വഷളത്വത്തിൽ പെടാം. തിരിച്ചുവരവ് എന്നുള്ളത്, റീസെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇടക്കിടക്ക് വേണ്ടുന്ന കാര്യമാണ്. ഒരു കമ്പ്യൂട്ടർ, ഒരു മൊബൈലൊക്കെ റീസെറ്റ് ചെയ്യുന്നത് പോലെ ഒന്നും കൂടി ഒന്ന് നമ്മെ റീസെറ്റ് ചെയ്യുവാൻ ഇടക്ക് കർത്താവ് അവസരങ്ങൾ തരുമ്പോൾ ആ സമയത്തെ നമ്മൾ മറന്നുകളയാതെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. സങ്കീർത്തനം 28:13 വാക്യം, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്, തങ്ങളുടെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ഉറപ്പാണ്. ഏറ്റുപറയുക, ദൈവസന്നിധിയിൽ തന്നെത്താൻ സമർപ്പിച്ച് ജീവിതത്തെ മാറ്റിയെടുക്കുക. ഏറ്റുപറച്ചിൽ ഒരു നാണക്കേടല്ല. നമ്മുടെ ഹൃദയത്തെ പരിപാലിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് ഏറ്റുപറച്ചിൽ എന്ന് ബൈബിളിൽ നമ്മൾ കാണുന്നു. ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. ആ വ്യക്തിക്ക് കരുണ നിശ്ചയമായിട്ടും ലഭിച്ചിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. 23 വാക്യം, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. ഇവനാരോടാ പക? എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്ന് ഫിലിപ്പോസിനോട് പകയായി കാണും. ഫിലിപ്പോസിനെ എല്ലാവരും മാനിക്കുന്നു, ഫിലിപ്പോസിനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇവൻ അവിടെ ഒരു വിലയില്ല. ചർച്ചിൽ വന്നിട്ട് പണ്ട് വെളിയിലായിരുന്നപ്പോൾ, ലോകത്തിലായിരുന്നപ്പോൾ ഒത്തിരി ബന്ധങ്ങളും വിലയും അവനുണ്ടായിരുന്നു. ചർച്ചിൽ വന്നപ്പോൾ വിലയില്ല. ചർച്ചിൽ വന്നാൽ വിശുദ്ധനല്ലെങ്കിൽ, നീതീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സഭയിൽ വന്നിരുന്നാലും ഒരു വിലയല്ല. പാപിയാണെങ്കിൽ ലോകത്തിൽ ഭയങ്കര മൂല്യമാണ്. പാപം ചെയ്യുന്നതിനനുസരിച്ച്
ലോകത്തിൽ അതിനൊരു പദവിയൊക്കെ തരും. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ നിഷ്കളങ്കന്മാർക്ക് മാത്രമേ ദൈവസന്നിധിയുടെ മൂല്യം കൊണ്ട് പ്രയോജനമുള്ളൂ. സ്വർഗീയന്മാർക്ക് മാത്രമേ വിശുദ്ധി കൊണ്ട് പ്രാധാന്യമുള്ളൂ. ലോകത്തിന് ഇതെല്ലാം ഭോഷത്വമാണ്. എടാ, നീ വലിയ പുണ്യാളനൊന്നും ആകല്ലേ, കുറച്ച് കുടിക്ക്, ഒരു സിഗരറ്റ് വലിക്ക്, വാടാ നമുക്കിതൊക്കെ ചെയ്യാം, അതൊക്കെ എടാ നീ ഒത്തിരി പുണ്യവാളനാകല്ലേ. കേട്ടിട്ടുണ്ടോ? ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇപ്പോഴെല്ലാ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസ സമയത്ത്, വിശ്വാസത്തിൻ്റെ തുടക്കകാലത്ത് നമ്മളെ തെറ്റിക്കുന്ന ഒരു ഡയലോഗാണത്. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് അവരുടെ മുമ്പിലൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഒരു ചെറിയ തുടക്കം കിട്ടിയാൽ പിന്നെ തീർന്നു. അങ്ങനെ ആ തുടക്കത്തിലോട്ട് പോകാതെ നിന്നവർക്കായി സ്തോത്രം. ഇപ്പോൾ കയ്പിലും അനീതിയിലും കുടുങ്ങിയിരിക്കുകയാണ്. അനീതിയിലേക്ക് പോയി. കയ്പുണ്ട് അവന് അകത്ത്. എന്നെ ചർച്ചിൽ ആരും ബഹുമാനിക്കുന്നില്ല. പണ്ട് ഞാൻ എത്ര വലിയ മന്ത്രവാദിയായിരുന്നു. അപ്പോൾ ശരിക്ക് ഗുണം പിടിക്കാത്തവര്, സഭയിൽ വന്നിട്ട് ഗുണം പിടിക്കാത്തവർ, അവർക്ക് ദൈവരാജ്യത്തിൽ വലിയ അഭിഷേകത്തിൻ്റെ സാധ്യതകൾ കാണാൻ കഴിയില്ല. അഭിഷേകം എല്ലാവർക്കും ഉള്ളതാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണ്. ഇതാരുടെയും കുത്തകയല്ല. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പമെന്നാണ്. എന്നാൽ ഈ ശിമോൻ അഭിഷേകം പ്രാപിക്കുന്നില്ല, അവന് കൃപകൾ ജ്വലിക്കുന്നില്ല. കാരണം കയ്പ്. അവിടെ വായിക്കുന്നു, നീ കയ്പുള്ള പകയിലും അനീതിയിലും ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ശിമോൻ മടങ്ങി വരുന്ന ഒരു സാഹചര്യം അവനുണ്ടാക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുകയല്ല, പ്രാർത്ഥന ചോദിക്കുകയാണ്. അതൊരു താഴ്മയുടെ ലക്ഷണമാണ്. എന്നെക്കൊണ്ട് മാത്രം പറ്റില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ കയ്യിലോട്ട് കൊടുത്താൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ശിമോൻ നമ്മളോട് പറയണം. എന്നെക്കൊണ്ട് കഴിയില്ല, എന്നാൽ സഭയ്ക്ക് കഴിയും, സഭയിലെ ശുശ്രൂഷകർക്ക് കഴിയും, ദൈവാക്കിയ അഭിഷിക്തന്മാർക്കത് കഴിയും. ഒരു പ്രാർത്ഥിച്ചാൽ കർത്താവ് അതിന് മറുപടി കൊടുക്കും. ഇതാണ് ശിമോൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കയ്പിലോ അനീതിയിലോ പകയിലോ അകപ്പെട്ട് ആരോടെങ്കിലും പകയും കയ്പും വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയെ പ്രാപിക്കാതെ ഭാവിയെ അടച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇന്ന് മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. എല്ലാ പകയും കയ്പും വിട്ട് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കണം. വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഈ വായിച്ച വേദഭാഗത്തോട് ഞങ്ങൾക്ക് സത്യസന്ധമായ ഒരു കൂറ് പുലർത്താൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഇത് പറയുന്ന എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തണം. ഇത് കേൾക്കുന്നവരെ രൂപാന്തരപ്പെടുത്തണം. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ കയ്പിൽ നിന്നും അനീതിയിൽ നിന്നും എല്ലാ തെറ്റായ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. വലിയ ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണം. ആരും പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത അളവിലേക്ക് വളരാതെ ഹൃദയം മുഴുവൻ കയ്പായി ഇരിക്കാൻ ഇടയാകരുത്. കർത്താവുമായിട്ടുള്ള അകലങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിനെ അനുസരിക്കുന്നതിലും ഭയപ്പെടുന്നതിലും ഞങ്ങൾ മുമ്പന്മാരാകട്ടെ. കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. മനോബലം വർദ്ധിക്കട്ടെ. കുടുംബങ്ങൾ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവികൾ അത്ഭുതമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കൃപയിൽ കൂടുതൽ 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 ആശ്രയിക്കാൻ കർത്താവ് കൃപ തരട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 നിങ്ങളത് ഓർക്കുക. കഴിയുന്ന അത്രയും പേർ കടന്നു വരിക.
നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. ചില നിമിഷങ്ങൾ കൂടി നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Praise the
is a